8ാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രം, ബേസിക് സയൻസ്, ഊർജ്ജതന്ത്രം, ഫിസിക്സ് ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസേഴ്സാണ് 2023-24. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഒന്നാം പദജോടി ബന്ധം കണ്ടെത്തി രണ്ടാം പദജോടി പൂർത്തിയാക്കുക. കപ്പാസിറ്റൻസ് ഫാരഡ്, അതിൻ്റെ യൂണിറ്റാണ് കേട്ടോ. വൈദ്യുത ചാർജ് കൂളം. രണ്ടാമത്തെ, രണ്ട് ബാർ കാന്തങ്ങളുടെ കാന്തിക ധ്രുവങ്ങൾക്കിടയിലുള്ള ബലരേഖകൾ ചിത്രീകരിച്ചിരിക്കുന്നു. എ, ബി എന്നിവ സൂചിപ്പിക്കുന്ന ധ്രുവങ്ങൾ ഏതെല്ലാമാണ്? രണ്ടും എ ഉത്തരധ്രുവം, ബിയും ഉത്തരധ്രുവം തന്നെ. ഉച്ചത പ്രസ്താവിക്കുന്ന യൂണിറ്റ് ഏത്? സൗണ്ട്. ഡി ബി ആണ്. ഡി ബി. ചുവടെ കൊടുത്തവയിൽ ഉരസൽ മൂലം വൈദ്യുതീകരിക്കാനാകാത്തത് ഏത്? ഹാക്സോ ബ്ലേഡ്. ഒരു കോൺകേവ് ദർപ്പണത്തിൽ നിന്ന് 20 സെൻറ്റിമീറ്റർ അകലത്തിൽ ഒരു വസ്തു വച്ചപ്പോൾ അതേ വലിപ്പമുള്ള യഥാർത്ഥ പ്രതിബിംബം ലഭിച്ചു. ദർപ്പണത്തിൻ്റെ ഫോക്കസ് ദൂരം എത്രയായിരിക്കും? ഫോക്കസ് ദൂരം എന്ന് പറയുമ്പോൾ ഇവിടെ അകലം 20 അല്ലേ? F = R/2. R എന്ന് പറയുന്നത് 20 ആണ്. 20/2 = 10 സെൻറ്റിമീറ്റർ. ഇനി ഒരു ബാർ കാന്തത്തിന് ചുറ്റുമുള്ള കാന്തിക ബലരേഖകളുടെ രണ്ട് പ്രത്യേകതകൾ എഴുതുക. ഉത്തരം, കാന്തിക ബലരേഖകൾ പരസ്പരം ഖണ്ഡിക്കുന്നില്ല. കാന്തത്തിന് പുറത്ത് കാന്തിക ബലരേഖകൾ ഉത്തരധ്രുവത്തിൽ നിന്നും പുറപ്പെട്ട് ദക്ഷിണ ധ്രുവത്തിലെത്തുന്നു. കാന്തത്തിനകത്ത് കാന്തിക ബലരേഖകളുടെ ദിശ ദക്ഷിണ ധ്രുവത്തിൽ നിന്ന് ഉത്തരധ്രുവത്തിലേക്കാണ്. ഏഴാമത്തെ, നെഗറ്റീവ് ചാർജ് ചെയ്യപ്പെട്ട ഒരു ദണ്ട് ഒരു ഇലക്ട്രോസ്കോപ്പിൻ്റെ ലോഹക്കമ്പിയുടെ അടുത്തായി കൊണ്ടുവന്നത് ചിത്രീകരിച്ചിരിക്കുന്നു. ചിത്രം പകർത്തി വരച്ച് എ, ബി എന്നീ ഭാഗങ്ങളിൽ രൂപപ്പെടുന്ന വൈദ്യുത ചാർജുകളുടെ വിതരണം ചിത്രീകരിക്കുക. എയിൽ പോസിറ്റീവ് ചാർജ് ആയിരിക്കും, ബിയിൽ നെഗറ്റീവ് ചാർജ് ആയിരിക്കും. ഇത് ഈ പിക്ചർ കോപ്പി ചെയ്ത് വരയ്ക്കുക. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, ബഹിരാകാശ സഞ്ചാരികൾ ആശയവിനിമയത്തിനായി റേഡിയോ സംവിധാനം ഉപയോഗിക്കുന്നതിൻ്റെ ആവശ്യകത എന്താണ്? ഉത്തരം, ബഹിരാകാശത്ത് വായു ഇല്ലാത്തതിനാൽ അവിടെ ശബ്ദത്തിന് സഞ്ചരിക്കുവാൻ മാധ്യമം ഇല്ല. അതിനാൽ സംസാരിക്കുവാൻ റേഡിയോ സംവിധാനം ഉപയോഗിക്കുന്നു. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ, ബോക്സിൽ നൽകിയിരിക്കുന്ന അളവുകളുടെ അടിസ്ഥാന അളവുകൾ, വ്യുൽപ്പന്ന അളവുകൾ എന്നിങ്ങനെ തരംതിരിക്കുക. അടിസ്ഥാന അളവുകളാണ് നീളവും മാസ്. വ്യുൽപ്പന്ന അളവുകളാണ് സാന്ദ്രതയും പരപ്പളവും. സാന്ദ്രത, ഡെൻസിറ്റി, ഏരിയ. ഇനി ഈ ചിത്രം, 10ാമത്തെ ക്വസ്റ്റ്യൻ, ഈ ചിത്രം നിരീക്ഷിക്കുക. പ്രതിപതന രശ്മികളുടെ പാത ചിത്രീകരിച്ച് പ്രതിബിംബ രൂപീകരണം പൂർത്തിയാക്കുക. ഇപ്പോൾ ഈ വരച്ച പോലെ തന്നെ ഇതിൽ ആ റെഡ് കളറിലുള്ളതാണ് അതിൻ്റെ പ്രതിബിംബം. അപ്പോൾ അതിൻ്റെ പ്രതിബിംബത്തിൻ്റെ ഏതെങ്കിലും രണ്ട് സവിശേഷത, ഒന്ന് യഥാർത്ഥമാണ്, തല കീഴായതാണ്, ഓബ്ജക്റ്റ് വസ്തുവിനേക്കാളും ചെറുതാണ്. ഇനി 11ാമത്തെ ക്വസ്റ്റ്യൻ, വാവലുകൾക്ക് ഇരുട്ടിൽ സഞ്ചരിക്കുവാൻ സാധിക്കും. ഈ പ്രസ്താവനയോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? നിങ്ങളുടെ ഉത്തരം സാധൂകരിക്കുക. ഉത്തരം, വവ്വാലുകൾക്ക് അൾട്രാസോണിക് തരംഗങ്ങൾ പുറപ്പെടുവിക്കാനും കേൾക്കുവാനും സാധിക്കുന്നു. അവ പുറപ്പെടുവിക്കുന്ന അൾട്രാസോണിക് തരംഗങ്ങൾ വസ്തുക്കളിൽ തട്ടി തിരിച്ചു വരുന്നു. ഇങ്ങനെ തടസ്സങ്ങൾ ഒഴിവാക്കി ഇവയ്ക്ക് സഞ്ചരിക്കാൻ സാധിക്കുന്നു. 12ാമത്തെ ക്വസ്റ്റ്യൻ, മിന്നലുള്ളപ്പോൾ അതിൽ നിന്ന് നമുക്ക് രക്ഷ നേടാൻ സ്വീകരിക്കേണ്ട 3 മുൻകരുതലുകൾ എഴുതുക. 12ാമത്തെ ഉത്തരം, തുറസായ സ്ഥലത്ത് നിൽക്കരുത്, മിന്നൽ സാധ്യതയുള്ള സമയത്ത് ലോഹവസ്തുക്കളെ സ്പർശിക്കരുത്, വൈദ്യുതോപകരണങ്ങൾ പ്രവർത്തിപ്പിക്കാൻ ശ്രമിക്കരുത്, ഉയരമുള്ള വൃക്ഷച്ചുവട്ടിൽ നിൽക്കരുത്. 13ാമത്തെ ക്വസ്റ്റ്യൻ, ചുവടെ കൊടുത്തവയിൽ നിന്ന് കോൺകേവ് ദർപ്പണം, കോൺവെക്സ് ദർപ്പണം എന്നിവയുമായി ബന്ധപ്പെട്ടവ തരംതിരിച്ച് പട്ടികപ്പെടുത്തുക. കോൺകേവ് എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ മേക്കപ്പ് മിററായി ഉപയോഗിക്കുന്നു, ഷേവിംഗ് മിററായി ഉപയോഗിക്കുന്നു, സോളാർ കോൺസെൻട്രേറ്ററുകളിൽ ഉപയോഗിക്കുന്നു. അതാണ് കോൺകേവ്. ഇനി കോൺവെക്സ് ദർപ്പണം. കോൺവെക്സ് എന്ന് പറയുമ്പോൾ വാഹനങ്ങളുടെ
കാര്യങ്ങളാണ് കേട്ടോ. വാഹനങ്ങളിൽ റിയർ വ്യൂ മിററായിട്ട് ഉപയോഗിക്കുന്നു. തെരുവ് വിളക്കുകളിൽ റിഫ്ലക്ടറായിട്ട് ഉപയോഗിക്കുന്നു. കൊടും വളവുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന മിററും കോൺവെക്സ് ആണ്.